അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് എത്തിച്ചേർന്നപ്പോൾ ആർക്കു വേണ്ടിയുള്ള വിശേഷ ഭോഗായിരുന്നുവോ ആ രാംലോചൻ ഭായിയെയും മാതാജിയെയും മറ്റ് ആത്മാക്കളെയും എമർജ് ചെയ്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി ബാബയുടെ വീട്ടിലെ അഥവാ വതനത്തിലെ ഭോഗിന്റെ കാത്തിരിപ്പിലാണ് എല്ലാ കുട്ടികളും. ഇതുപോലെ ലോകത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ആരെയെങ്കിലും അതിഥിയായി ആഹാരം കഴിപ്പിക്കുന്നതിനു വേണ്ടി വിളിക്കുമ്പോൾ അവരും കാത്തിരിക്കാറുണ്ട്. അതേപോലെ മുന്നിലുള്ളവരും, അതായത് ക്ഷണിച്ചവരും അതേ സങ്കല്പത്തോടെ അവരുടെ അടുത്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു. അപ്പോൾ ബാബയും തൻ്റെ വിശേഷ കുട്ടികളും ഇന്ന് വതനത്തിൽ എമർജ് ചെയ്തിരിക്കുകയാണ്. ബാബ രാംലോചൻ ഭായിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് സൂചന നൽകുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടി വിശേഷിച്ച് എല്ലാവരെയും ഭക്ഷണം കഴിപ്പിക്കുന്നതിനും ബാബയെയും ഭോഗ കഴിപ്പിക്കുന്നതിനും നിമിത്തമായിരുന്നു. വളരെയധികം സ്നേഹത്തോടെ സൽക്കാരത്തോടെയും ബാബയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഭോഗ ഈ കുട്ടി തയ്യാറാക്കുകയും ചെയ്യുമായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ തൻ്റെ കുട്ടികളെ കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഈ കുട്ടി സംഗമയുഗത്തിലെ സമയത്ത് ഏതെല്ലാം സേവനങ്ങൾ ചെയ്തുവോ, സ്ഥൂലമാകട്ടെ സൂക്ഷ്മമാകട്ടെ, മനസ്സ സേവനം ചെയ്തു. ബാബ പറഞ്ഞു, ആശീർവാദങ്ങളുടെ കണക്ക് കുട്ടിയുടെ കൂടെ വളരെയധികം നിറഞ്ഞിരിക്കുകയായിരുന്നു. ആരെല്ലാം ഈ കുട്ടിയുടെ അടുക്കൽ വരുമായിരുന്നുവോ ആ കുട്ടികളെ അഥവാ ആ ആത്മാക്കളെ വളരെയധികം തൃപ്തമാക്കിയും സന്തോഷിപ്പിച്ചും അയക്കുമായിരുന്നു. ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ എത്രത്തോളം ആശീർവാദങ്ങൾ ശേഖരിക്കണമോ, എത്രത്തോളം സന്തോഷം നേടണമോ, അതിനുവേണ്ടി ബാബ തൻ്റെ ബ്രാഹ്മണരായ കുട്ടികൾക്ക് വിശേഷിച്ച് ഈ സംഗമത്തിൻ്റെ സമയം നൽകിയിരിക്കുകയാണ്. ബാബ പറഞ്ഞു, ഈ സമയത്ത് ഓരോ ബ്രാഹ്മണനായ കുട്ടിയും സ്വയം തന്നെയും മറ്റാത്മാക്കളെയും ഓരോ പ്രകാരത്തിലും സന്തുഷ്ടം ആക്കുന്നതിൻ്റെ, സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഈ ആശീർവാദങ്ങളുടെ കണക്ക് തൻ്റെ ഉള്ളിൽ ശേഖരിക്കേണ്ടതുണ്ട്. പിന്നെ മാതാജിയും ഇരിക്കുകയായിരുന്നു. അപ്പോൾ മാതാജിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് ബാബ പറഞ്ഞു, മാതാക്കൾക്ക് വിശേഷ സ്നേഹം ഉണ്ട്, ഭാവന നിറഞ്ഞിരിക്കുന്നു. ഈ കുട്ടിക്ക് ആന്തരികമായി ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ബാബ പറഞ്ഞ കാര്യങ്ങൾ അഥവാ ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ ആ കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുമായിരുന്നു. അതിനോടൊപ്പം ഈ കുട്ടി തൻ്റെ പരിവാരത്തെയും നയിച്ചു സഹചാരിയായി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ബാബ പറഞ്ഞു, ഇവരും ഗുപ്ത പുരുഷാർത്ഥികളായ കുട്ടികളാണ്. ഏറ്റവും വലിയ സൗഭാഗ്യം ഇതാണ്. ബാബയുടെ വീട്ടിലും ബാബയുടെ വീടിനടുത്തും താമസിക്കുവാനുള്ള സൗഭാഗ്യം ഈ കുടുംബത്തിനും കുട്ടികൾക്കും ലഭിച്ചു. ബാബ ഓരോ ബ്രാഹ്മണനായ കുട്ടിയുടെയും സംഗമയുഗത്തിലെ ഭാഗ്യത്തിൻ്റെ രേഖകൾ നോക്കുകയാണ്. എത്ര ഭാഗ്യമാണുള്ളത്! എത്രയധികം ആശീർവാദങ്ങളാണ് കുട്ടികൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബയും തൻ്റെ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ അവരെക്കുറിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ രാംലോചൻ ഭായിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി എല്ലാവരും, വിശേഷിച്ച് ശാന്തിവനിലുള്ള പലരും ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഭായ് പറഞ്ഞു, ഓർമ്മിക്കേണ്ടത് എന്നെയല്ല,
ഓർമ്മിക്കേണ്ടത് ബാബയെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, എന്നിരുന്നാലും താങ്കൾ സാകാരത്തിൽ നിമിത്തമായി ഏതൊരു കാര്യം ചെയ്തിരുന്നുവോ അതിൽ താങ്കളുടെ സഹചാരികളായ സഹോദരന്മാർക്ക് ഓർമ്മ നാച്ചുറലായി വരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ ബാബ ഭായിയുടെ നേർക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, വിശേഷിച്ച് ഇപ്പോൾ ശാന്തിവനത്തിൽ മുകളിലും താഴെയും എല്ലാ സ്ഥാനത്തും യോഗത്തിൻ്റെ ഭട്ടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗ തപസ്യകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സെന്റേഴ്സിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞപ്പോൾ ബാബ വളരെ വലിയ ഒരു യജ്ഞത്തിൻ്റെ രൂപം കാണിച്ചു തന്നു. ആ യജ്ഞത്തിൽ അനേകം പ്രകാരത്തിലുള്ള സാധനങ്ങൾ അർപ്പിക്കപ്പെടുന്നതായി കാണിച്ചു. തുടക്കത്തിൽ യജ്ഞം ആരംഭിക്കുമ്പോൾ അതിൽ വസ്തുക്കളുടെ ആഹൂതി ഇടുന്നു. അപ്പോൾ അത് വളരെ തീവ്രമായി അതിൻ്റെ കാര്യം ചെയ്യുന്നു. വളരെ തീവ്രമായി അതിൻ്റെ പ്രകാശം ഉണ്ടാകുന്നു. അതിൻ്റെ ചൂട് വരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ അത് തണുക്കുമ്പോൾ ഒരു ജ്വാലയുടെ രൂപത്തിൽ ദൃശ്യമാകുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, നല്ലതാണ്. ബാബയുടെ സ്ഥാനങ്ങളിൽ യോഗത്തിൻ്റെ ഭട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, ഈ യോഗ ഭട്ടിയുടെ സ്മരണാർത്ഥമാണ് വിശേഷിച്ച് ലോകത്തിലും പല ക്ഷേത്രങ്ങളിലും ദീപം തെളിയിച്ചു വയ്ക്കുന്നത്. ദീപം എന്തിനു വേണ്ടിയാണ് തെളിയിക്കുന്നത്? ഒന്നാമതായി ശാന്തിയുടെ പ്രതീകമായി കണക്കാക്കുന്നു. കൂടാതെ ആ ജ്വാലയിൽ നിന്നും ആ ദീപത്തിൽ നിന്നും ലോകത്തുള്ളവർ വൈബ്രേഷൻസും അനുഭവിക്കുന്നു. ബാബ പറഞ്ഞു, നല്ലതാണ്. ബാബയുടെ വീട്ടിലും ഇത്തരത്തിലുള്ള യോഗ ഭട്ടികൾ നടക്കുമ്പോൾ അതിൻ്റെ അന്തരീക്ഷം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. അതിൻ്റെ വൈബ്രേഷൻസ് ഓട്ടോമാറ്റിക്കലി 4 ഭാഗത്തും വ്യാപിക്കുന്നത് കാണപ്പെടുകയും ചെയ്യുന്നു. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. കേൾപ്പിക്കുന്നതിനോടൊപ്പം ബാബയുടെ മുന്നിൽ മാതാജിയും ബായ് സാഹബും മറ്റ് ആത്മാക്കളും ഉണ്ടായിരുന്നു. അവരുടെ മുന്നിൽ ഭോഗ് വെച്ചു. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, സത്യയുഗത്തിലും ഭോഗ് ലഭിക്കും. 36 പ്രകാരത്തിൽ, 56 പ്രകാരത്തിൽ. എന്നാൽ സംഗമത്തിലും ബാബ തൻ്റെ കുട്ടികളെ എത്രമാത്രം തൃപ്തമാക്കുന്നു, എത്രമാത്രം നിറയ്ക്കുന്നു. അത് കാരണം ഒരു പ്രകാരത്തിലുള്ള ആശയും മനസ്സിൽ അവശേഷിക്കുന്നില്ല. ബാബ തൻ്റെ കുട്ടികളെ ഓരോ പ്രകാരത്തിലും ബാബ തൻ്റെ കുട്ടികളെ നിറയ്ക്കുന്നു. എന്നാൽ ബാബ പറഞ്ഞു, ഉണ്ടാക്കുന്നവരുടെയും തയ്യാറാക്കുന്നവരുടെയും അതിശയമാണ്. അവർ ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കുകയും ചെയ്യുന്നു, ഭോഗിൻ്റെ താലം തയ്യാറാക്കുകയും ചെയ്യുന്നു. ബാബ പറഞ്ഞു, അതിൽ നാച്ചുറലായി സ്നേഹം നിറയുന്നു. എന്നാൽ എപ്പോഴാണോ ബാബയുടെ ദൃഷ്ടി അതിൽ പതിയുന്നത്, ബാബ ഭോഗിൻ്റെ താലത്തിൻ്റെ നേർക്ക് നോക്കുന്നത്, അപ്പോൾ കുട്ടികൾക്ക് അതിൽ വിശേഷിച്ച് ബാബയുടെ വൈബ്രേഷനും ശക്തിയും അനുഭവപ്പെടുന്നു. പിന്നെ ഏതെല്ലാം ആത്മാക്കൾ ഉണ്ടായിരുന്നുവോ, രാംലോചൻ ഭായ് ഉണ്ടായിരുന്നു, മാതാജി, പിന്നെ മറ്റ് പല ആത്മാക്കളും ഉണ്ടായിരുന്നു. അവരെ ബാബ വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. വളരെ സ്നേഹത്തോടുകൂടി ബാബ അവരെ മധുബന്റെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ഇതും ഒരു കാത്തിരിപ്പാണ്. അതിഥികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. ഇതേപോലെ ബാബയുടെ വീട്ടിൽ, ബാബയുടെ അടുത്ത് എപ്പോഴാണോ ഭോഗിൻ്റെ താലം വരുന്നത്, അപ്പോൾ ബാബയും കാത്തിരിക്കുന്നു,
ആത്മാക്കളും കാത്തിരിക്കുന്നു. എന്നാൽ ബാബ തൻ്റെ കുട്ടികളെ നിറഞ്ഞവരാക്കി അയക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ അവരുടെ കുടുംബത്തിനും ആ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.